ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മനസ്സിലാദ്യം നിങ്ങൾ അറിയേണ്ട ആ കാര്യം ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരു സത്യസന്ധമായ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഉത്തരം, അത് നിങ്ങൾ ചിന്തിച്ച ക്വസ്റ്റ്യനുള്ള ആ ഉത്തരം തരണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അത് ഈശ്വരനോടാവാം, യൂണിവേഴ്സിനോടാവാം, എന്തായാലും സത്യമായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കൂ. ഇനി നിങ്ങൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്പ്രെഡ് ഇപ്പം നമ്മൾ വായിക്കുന്നത് അത് നിങ്ങൾക്കുള്ള ആൻസറാണെന്ന് കരുതുക. നിങ്ങളുടെ മനസ്സിൽ ആദ്യക്ക് ആ ക്വസ്റ്റ്യന് നമുക്ക് ഈശ്വരൻ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് വന്നേക്കണ നോക്കൂ. കാർഡ് 1 എന്ന് പറയുന്നത് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാനാണ്. പിന്നെ കാർഡ് 2 വന്നേക്കുന്നത് ദ വേൾഡാണ്. കാർഡ് 3 വന്നിട്ടുള്ള ദ മജീഷ്യൻ. കാർഡ് 4 ചാരിയറ്റ്. കാർഡ് 5 വന്നിട്ടുള്ള വീൽ ഓഫ് ഫോർച്യൂണാണ്. കാർഡ് 6 ആയിട്ട് വന്നിട്ടുള്ളത് ദ ടവറാണ്. അപ്പം നമുക്ക് ഓരോ കാർഡിൻ്റെയും എന്താണ് പറയണതെന്നും അതിൻ്റെ അർത്ഥവും നമുക്ക് നോക്കി നോക്കാം. ലാസ്റ്റ് പറയുമ്പോൾ കാർഡ് 6ഉം ഇതുവരെ എടുത്ത എല്ലാ എൻ്റയർ കാർഡ് കൂടി വെച്ചിട്ട് ഫൈനൽ ഔട്ട്കം എന്താണെന്നുള്ളതും കൂടി പറയാം. കാർഡ് 1 നമ്മൾ പറഞ്ഞ പോലെ ദി ഹാങ്ഡ് മാനാണ്. നമ്മളെപ്പോഴും കാർഡ് 1 എടുക്കുമ്പോൾ നമ്മളത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് തോന്നണത്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പം ഇത് ഹാങ്ഡ് മാനാണ്. ഇത് വെച്ച് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ഒരു ആശയക്കുഴപ്പവും ഭയവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് ഒരു ഉപേക്ഷിക്കേണ്ട ഒരാളോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ഉപേക്ഷിക്കണം മുന്നിലേക്ക് പോവണമെങ്കിൽ എന്നുള്ളൊരു അങ്ങനെ ഒരു മനസ്സിലാക്കുകയോ അങ്ങനെ അറിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ ആത്മത്യാഗം അല്ലേ, ത്യാഗമാണ്, ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ആത്മത്യാഗം എന്താണ് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമല്ല. നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ആരെയാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയിലാണ് ഇരിക്കണതെന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മറ്റൊന്നിലേക്ക് കടന്നു പോണ ഒരു സമയമായിട്ടാണ് ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് മനസ്സിലാക്കണേ. അപ്പോൾ ഈ ഹാങ്ഡ് മാൻ അതേപോലെ തന്നെ ഒരു ആത്മീയ വികാസത്തിൻ്റെ സമയം ആണ് എന്നും കൂടി പറയാൻ പറ്റും ഒരാൾക്ക്, അതായത് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തേക്ക്. അപ്പം ഒരു ആത്മീയ വികാസത്തിൻ്റെ സമയം കൂടിയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളൊരു ഒരു വീക്ഷണകോണിൽ നിന്ന് മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കി കാണണം, അതിന് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഹാങ്ഡ് മാൻ ഇപ്പോൾ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് 2ലേക്ക് പോവാം. കാർഡ് 2 എന്ന് പറയുന്നത് ദി വേൾഡാണ് വന്നിരിക്കുന്നത്. അപ്പം കാർഡ് 2 നമ്മളെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് ആണ് കാർഡ് 2 ആയിട്ട് നമ്മൾ സാധാരണ പറയുക. അപ്പം ഇത് ലോകം, അതായത് ദി വേൾഡ് തന്നെയാണ് കാർഡ് 2ൽ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ എല്ലാ കഠിനാധ്വാനം ചെയ്ത് ഒരു വിജയകരമായ നിഗമനം തിരയണ ഒരു സമയമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റീഡിങ്ങിൽ ദി വേൾഡ് എന്താണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളൊരു ഒരു ഒരു വിജയകരമായ നിഗമനം കിട്ടണം എന്നുള്ള രീതിയിലാണ് അത് സൂചിപ്പിക്കുന്നത്. അത് ഇപ്പോൾ സംഭവിക്കുമോ അല്ലെങ്കിൽ അടുത്ത് തന്നെയോ സംഭവിക്കും എന്നാണ് പറയണത്. ഇത് പൂർത്തീകരണത്തിനും സംതൃപ്തിക്കും ഉള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പരമാവധി ചെയ്തു, നിങ്ങൾ വിജയിക്കും. ഓക്കെ, നമ്മുടെ കാർഡ് 3 എന്ന് പറയുന്നത് ദി മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അത് ദ ഫിയാസ് ആണ്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഭയം അല്ലെങ്കിൽ ആധി എന്താണെന്നുള്ളത് കാണിക്കുന്ന ഒരു കാർഡാണ്. കാർഡ് നമ്പർ 3 എന്ന് പറയുന്നത് അതിപ്പോൾ മജീഷ്യനിൽ കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മജീഷ്യൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞുതരാം. കാർഡ് 3 പൊസിഷനിൽ മജീഷ്യൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരാൾ അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടെങ്കിൽ
അവനെ വിശ്വസിക്കാൻ, അവനെ ഓർ അവളെ അവനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നിങ്ങളിങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാവാം. അല്ല, അപ്പോൾ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ഉപദേശകൻ എന്നുള്ള രീതിയിൽ, അത് നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് പറയുന്നത്. അയാളെ പറ്റിയാണ് ഈ പറയുന്നത്. ഓക്കെ. ഒരു സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് നിരാശ തോന്നുക, നിങ്ങൾക്ക് പ്രണയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുക, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെപ്പോഴെങ്കിലും ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. വിഷമിക്കേണ്ട, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിലനിൽക്കില്ല. ഓക്കെ. ഇനി നമുക്ക് കാർഡ് 4ലേക്ക് പോവാം. അവിടെ കിട്ടിയേക്കുന്നത് ചാരിയട്ടാണ്, അതായത് രഥമാണ് ഇത് ചാരിയട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ കാർഡ് 4ൽ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനാണ് ഈ കാർഡ് 4 നമ്മൾ നോക്കുക. അവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡ്രൈവ് എന്നുള്ളതാണ് ചാരിയട്ട്. ഓക്കെ. അതായത് മുന്നോട്ട് പോവുക, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. നിങ്ങൾ തീർച്ചയായും ഉപേക്ഷിക്കുന്ന ഒരാളല്ല, നിങ്ങൾ മുന്നിലേക്ക് തന്നെ പോവുകയാണ് എന്നുള്ളതാണ് ചാരിയട്ട് പറയുന്നത്. 4th പൊസിഷനിൽ അത് വിജയത്തിൽ അവസാനിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതിനാൽ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ഉപേക്ഷിക്കരുത്, യുദ്ധം ചെയ്യുക, നിങ്ങൾ വിജയിക്കും. അതേപോലെ തന്നെ ഇത് ചാരിയറ്റ് എന്ന് പറയുന്ന ചലനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒക്കെ ഒരു സമയത്തിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ ഒരു യാത്രയൊക്കെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഒന്നിൽ ഒരു ശ്രദ്ധ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തിൽ, ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാവും എന്ന് തന്നെയാണ് ഈ കാർഡ് 4ൽ, അതായത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള പൊസിഷനിൽ ചാരിയറ്റ് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് കാർഡ് 5ലേക്ക് പോവാം. അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത് കാർഡ് 5ൻ്റെ പൊസിഷനിൽ. കാർഡ് 5ൽ നമ്മൾ സാധാരണ അത് നിങ്ങൾക്കെതിരെ സംഭവിക്കാൻ പോണ കാര്യം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു കാർഡാണ്. അവിടെ നമുക്ക് വന്നിട്ടുള്ള വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് 5ൽ വരുമ്പോൾ ഒരു ദൗർഭാഗ്യത്തിൻ്റെ ഒരു ഓട്ടം, അങ്ങനെ അത് നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണുന്നുണ്ടാവും. ഒരു ദൗർഭാഗ്യം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോണില്ല എന്നൊക്കെ തരുന്ന ഒരു സൂചനയാണ് ഈ കാർഡ് 5ൽ ഈ വീൽ ഓഫ് ഫോർച്യൂൺ തരുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടടുത്ത് ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം അത് നിങ്ങളിൽ ഇങ്ങനെ ഭാരമായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഉപേക്ഷിക്കാനുള്ളത് വേദനാജനകമായ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നാലും അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഭാഗ്യചക്രമാണ്, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ. ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിരന്തരം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടൊരു എതിരായിട്ട് വിശ്വസിക്കുക, എതിരായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുക അല്ലേ, വിശ്വസിക്കുക അങ്ങനെ. പക്ഷേ അത് കാലക്രമേണ അത് തിരിയും, എന്നിട്ട് നിങ്ങൾക്ക് ഭാഗ്യം നൽകും തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ. വീൽ ഓഫ് ഫോർച്യൂൺ ആയതുകൊണ്ട് അത് തിരിയും, നിങ്ങൾക്ക് ഭാഗ്യം വീണ്ടും വരും തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കാർഡ് 6 പറയാമല്ലേ. കാർഡ് 6 നമ്മുടെ ലാസ്റ്റ് കാർഡാണ്. അവിടെ നമ്മൾ ഒരു ഔട്ട്കം, മൊത്തം ഒരു ലൈക്ലി ഔട്ട്കം, അതായത് ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുള്ള ഫലം ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാർഡാണ്. അവിടെ ഇതുവരെ എടുത്ത കാർഡുകളുടെയും ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന കാർഡുകളുടെയും ഒരു തുക ആയിട്ടാണ് നമ്മൾ അത് പറയുക. സാധാരണ ഒരു സാധ്യതയുള്ളൊരു ഫലമാണ് പറയുക. അപ്പം ഇവിടെ ടവറാണ് വന്നിട്ടുള്ളത് കാർഡ് 6 എന്ന് പറയുന്നത്. അപ്പം ഒരു നാടകീയമായ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് നമുക്കിതിനെ പറയാൻ പറ്റുക. എന്തായാലും ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം ആണ്. മാറ്റത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയ തുടക്കം കുറിക്കും തന്നെയാണ് കാർഡ് 6ൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ. വീണ്ടും വിലയിരുത്തേണ്ട സമയമാണിത്. നിങ്ങളുടെ ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിലയിരുത്തി, വീക്ഷണകോളം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്ന് മാറി നിന്ന് നോക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും നന്നായിട്ട് വിലയിരുത്തേണ്ട സമയമാണ്. ചില സമയങ്ങളിൽ നിരാശയെ നേരിടാൻ ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ മാറ്റം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സാധ്യത സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ. നിങ്ങളുടെ
പിന്നെ ഇപ്പോൾ സ്വത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ വസ്തു നീക്കം പരിഗണിക്കുകയാണെങ്കിൽ ആ ഒരു പുരോഗതിയൊന്നും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പം അല്ലാതെയുള്ള കേസസ് ആണെങ്കിൽ നമുക്കത് ഒരു നിരാശയെ നേരിട്ടാൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ മാറ്റം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സാധ്യതകൾ സൃഷ്ടിക്കും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യന് അത് ആൻസർ തന്നു എന്ന് വിചാരിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലേ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും റീഡിങ് ചെയ്യാം. ഓക്കെ, ഞാൻ ആഴ്ചയിലൊരിക്കൽ മാത്രമേ റീഡിങ് ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് കുറേ ആൾക്കാരുടെ എനർജി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് കളയുക. കമൻറ്റ് ചെയ്യുക, നെഗറ്റീവായാലും പോസിറ്റീവായാലും. ചീത്ത വിളിക്കരുത്, അല്ലാത്ത കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.